ഹായ് ഓൾ, എല്ലാവർക്കും RNG വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് നാടൻ സ്റ്റൈലൊരു കൂന്തൽ കറി എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ. പിന്നെ കണവ എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ കൂന്തൽ എന്നൊക്കെ തന്നെയാണ് പറയാറ്. ഞാനിന്ന് മാർക്കറ്റിൽ മത്സ്യം വാങ്ങാൻ പോയേ. അവിടെ ചൂരയുണ്ട്, കൂന്തലുണ്ട്, എന്തൊക്കെയോ മീനുകളൊക്കെ ഉണ്ട്. മിക്കവാറും വീടിനടുത്ത് വരുന്ന മൺവണ്ടിയിൽ ഒന്നുകിൽ അയില അല്ലെങ്കിൽ മത്തി. ഇത്തവണ കൂന്തൽ കണ്ടപ്പോൾ അത് വാങ്ങാൻ നോക്കി. അപ്പം നമുക്കൊന്ന് കൂന്തൽ കറി ഉണ്ടാക്കിയാലോ. കൂന്തൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലവർ റൗണ്ടായിട്ടും ചിലവർ സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്യാറുണ്ട്. ഞാൻ മിക്കവാറും സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യാറ്. ഇത്തവണ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനായി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു സവാള, പിന്നെ അരമുറി തേങ്ങ, കുറച്ച് കുരുമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉള്ളിക്ക് പകരം കുഞ്ഞുള്ളി എടുക്കാവുന്നതാണ്. കുഞ്ഞുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കറിക്ക്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 3 ചെറിയ വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. അത് കുനുകുന എന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി തേങ്ങയും കുറച്ച് കുരുമുളകും ഇട്ട് നല്ലവണ്ണം സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുകയാണ്. ഞാൻ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കാറ്. ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഒരു മൺചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നല്ലോണം അത് വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു. കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. 1-2 മിനിറ്റ് നിങ്ങളിത് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അതുപോലെ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി നന്നായി ഇളക്കി വേവിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടെടുക്കുന്നു. കൂടെ പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതും നല്ലവണ്ണം വാടി വരാൻ വേണ്ടി 1-2 മിനിറ്റ് നിങ്ങൾ നല്ലവണ്ണം വേവിച്ചെടുക്കണേ. അതിൻ്റെ ഇടയിൽ ഞാൻ കൂന്തലും മഞ്ഞളും മുളകും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ മഞ്ഞളും മുളകും പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ മിക്സിയിൽ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഞാൻ നന്നായി മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക് പകരം പുളിയും ചേർക്കാവുന്നതാണ്. അധികം പുളി ചേർക്കുന്നത് നല്ലതല്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തന്നെ ചെറിയൊരു കഷ്ണം തക്കാളിയാണ്. ഇനി അരപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മിക്സിയിലുള്ള ബാക്കി ശേഷിക്കുന്ന ഭാഗം കൂടി വെള്ളം ചേർത്ത് അതുകൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ. അങ്ങനെ നമ്മുടെ നാടൻ രുചിയുള്ള കൂന്തൽ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. See you.